മക്കളെ തീർച്ചയായും നിങ്ങൾ വടി കൊടുത്ത് അടി വാങ്ങിയെന്നേ അർത്ഥമുള്ളൂ. നിങ്ങൾ മക്കളെ നിങ്ങൾ ആലോചിക്കണം. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു മൂത്രത്തുള്ളി അങ്ങ് വീണാൽ അത് നജിസാണ് മക്കളെ. ആലോചിക്കണം കേട്ടോ. ആരെല്ലോ എന്തെല്ലോ വിളിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു നടന്നു പോയാൽ പറയുന്ന ഉള്ളവനാണ്, എനിക്കാണ് എൻ്റെ കേട്, എന്നോടാണ് റബ്ബ് ചോദിക്കുക. തീർച്ചയായും ഞാൻ ഇതിൽ ഒഴിവാകും മക്കളെ. നാളെ മേസർ നിങ്ങളെല്ലാം വരേണ്ടവരാണ്. അവളെ വെച്ച് ഞാൻ പിടിക്കും കേട്ടോ. ഒരു സംശയത്തിൻ്റെ വഴി വേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയാണ് മക്കളെ, എന്താണ് കൽബൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളണം. അത് ഏത് സമയത്തും ദിക്റും സലാത്തും ഖുർആൻ ശരീഫ് ഓതി കൽബൊന്ന് ശുദ്ധീകരണം. അല്ലാതെ എല്ലാ ഫിത്തനയും എല്ലാ ഫസാദും പറഞ്ഞു വിട്ടാൽ മക്കളെ രക്ഷപ്പെടുകയില്ല കേട്ടോ. തീർച്ചയായും മക്കളെ എന്താണ് ഫിത്തനയും ഫസാദും അസുഖം കിബുറും കല്ലിനും അവൻ നരകത്തിലാണ്. അത് കാദിയാർ ഒഴിച്ച്, അല്ലെങ്കിൽ ഖതീബ് ഒഴിച്ച്, അല്ല പ്രിൻസിപ്പാൾ ഒഴിച്ച്, അല്ലെങ്കിൽ പ്രസിഡന്റ് ഒഴിച്ച്, അല്ല സെക്രട്ടറി ഒഴിച്ച് അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആര് ഫിത്തനുണ്ടാക്കിയോ നരകം കാണേണ്ടി വരും. അവിടെ ഞാൻ പ്രത്യേകം പറയാണ്, ഉറൂസലും ലൈറ്റ് കത്തിച്ചങ്ങ് പോക്കല്ല മക്കളെ. ഉറൂസൽ എന്താണ് മഹാനവരത്ത് ആ വഴിയിലേക്കാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്താണ് ഇൻസ് സമൂഹം ജിന്നു സമൂഹം ഈ വിഭാഗത്തെ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു മലായിക്കത്തോട് ചോദിച്ചിട്ടുണ്ട് മക്കളെ. എന്നാൽ അള്ളാഹുവിന് എന്തിനു ചോദിക്കണം? എന്നാൽ നിങ്ങളിവിടെ ഉറൂസ് നടക്കുമ്പോൾ ഈ കാദിയാളോട് നിങ്ങൾ ചോദിക്കേണ്ട മക്കളെ. തീർച്ചയായും ഞാൻ ഇത് അവിടെ മത്സരം ലഭിച്ചങ്ങ് പഠിക്കും. സംശയത്തിൻ്റെ വയായിക്കും വേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടെ എന്താണ് മക്കളെ, ഇവിടെ ഒരു ഫാൻ വെക്കാൻ പാടില്ല. എന്താണ് പുറപ്പെടുവിച്ചാൽ അത് നിങ്ങൾ സ്വീകരിക്കണം. അതാണ് മക്കളെ കാലിൻ്റെ നിയമം കേട്ടോ. കാൽ നിങ്ങൾക്ക് എന്താണ് വെറും നിലാവ് കണ്ട് ഉറപ്പിക്കാനുള്ളതല്ല, തലാക്ക് ചെലിക്കാനുള്ളതല്ല, ഫസ്കാക്കിനുള്ളതല്ല. ഒരു രാജ്യത്തിൻ്റെ എന്താണ് ആ നിയമം വയ്യത്തങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഈ കാര്യം മുഴുവനും സ്വർണ്ണാക്കാൻ ഞാൻ ഏറ്റിട്ടില്ല. ഇവിടെയുള്ള മുഴുവനും ജനങ്ങളെയും ഹിദായത്താക്കാൻ ഏറ്റിട്ടില്ല. ഇവിടെ ദീനിയായ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ സ്ഥാനം. ഞങ്ങൾ കുതിരക്കളി കളിക്കാനുള്ളതല്ല കാതി. വളരെ സൂക്ഷിച്ചു കൊള്ളാൻ ഞങ്ങളോട് പറയുകയാണ്. ഇത് എന്താണ് മക്കളെ, ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ എല്ലാ രാജാവിനാണ് അധികാരം കാവിയാക്കാൻ. പിന്നീട് ആ കാലിനെ ഒഴിവാക്കാൻ രാജ്യം എന്താണ് മക്കളെ, എന്താണ് രാജാവിന് അധികാരമില്ല കേട്ടോ. നിങ്ങളിവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടത്തിയത്. ഈ 5 വർഷത്തിൽ നിങ്ങളിവിടെ എന്ത് ചെയ്തു മക്കളെ? നിങ്ങളൊന്ന് ആലോചിക്കണം. ബാപ്പാൻ്റെ ബോട്ടങ്ങൾ എടുത്ത് കളഞ്ഞു. ഇവിടെ എന്താണ് വേറെ ഏതെല്ലോ വന്ന് ഇവിടെ പഠിപ്പിച്ചു. എല്ലാ മക്കളെ നിങ്ങളോട് ചോദിക്കപ്പെടൂലേ മക്കളെ? ഇവിടെ ഒരു നോട്ടീസ് അടിക്കുമ്പോൾ ഈ ഉള്ളവന് അറിയണ്ട മക്കളെ. നിങ്ങൾ എന്നോട് എന്താണ് പലതും പറഞ്ഞ് ഫിത്തന ഉണ്ടാക്കി അങ്ങ് പോയാൽ ഈ ഫിത്തനെല്ലാം ഞാൻ അവൾ വെച്ച് പിടിക്കും കേട്ടോ. നിങ്ങളെ തോന്നിയാസം നടക്കാനുള്ളതല്ല, കാതി നിങ്ങളെ പന്ത് തട്ടാനുള്ളതല്ല കേട്ടോ. കാതി പറഞ്ഞ് അനുസരിക്കാണ് ഈമാൻ, അവനാണ് മുഅ്മിൻ. അല്ലാത്ത ഇബ്ലീസിൽ പ്രവർത്തിച്ചവനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് കാതി എന്ന പ്രിൻസിപ്പൽ എല്ലാം മക്കളെ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ മുക്കാക്കൻ്റെ കാക്കൻ്റെ കാക്ക എല്ലാം ഇവിടെ അത് പറയാനുള്ളതല്ല മക്കളെ. എല്ലാം നാളെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ. സംശയത്തിൻ്റെ വയ്യാതെയില്ല മക്കളെ. ഇവിടെ കിടക്കുന്ന മഹാനുവർ നമ്മളെ കൽബ് കൊള്ളയാണ് നോട്ടം കേട്ടോ. നിങ്ങൾ എന്താണ് ഷർട്ട് കൊള്ളയോ വീട് കൊള്ളയോ കേട്ടോ. വളരെ അന്നലക്ക് അവർ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് തെക്കമാ ചെയ്ത് അമൽ ചെയ്ത് കൽബ് ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ നിയമം എന്താണ് അന്നലക്ക് അള്ളാഹു പരീക്ഷിച്ച് അന്നലക്ക് കൊടുത്തതാണ് കറാമത്ത്. ഇല്ല ഫിത്തയും ഫസാദും പറഞ്ഞ കറാമത്ത് വാങ്ങിയതല്ല മക്കളെ. സൂക്ഷിക്കാൻ പറയുന്ന തങ്ങളായാലും കേൾക്കുന്നതായാലും വളരെ സൂക്ഷിക്കണം കേട്ടോ. ആയും ദുനിയാവിൽ അവ വിടുകയില്ല. കൽബൊന്ന് ശുദ്ധീകരിക്കണം മക്കളെ. എല്ലാ ഫിത്തനെല്ലാം പറഞ്ഞുണ്ടാക്കി അങ്ങ് പോയാൽ കബറൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ദുനിയാവും പരാജയമാണ്, കബറും പരാജയമാണ്, നാളെ മനുഷ്യനും പരാജയമാണ് മക്കളെ. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. തീർച്ചയായും ഒരു ഓപിക്കുള്ളതല്ല ദീൻ. അള്ളാഹുവിൻ്റെ ദീൻ എന്താണ് മക്കളെ? സ്വർഗ്ഗം കാണാനുള്ളതാണ്, നരകം കാണാനുള്ളതല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വളരെ എന്തെല്ലാം പല ഫിത്തന നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. അതെല്ലാം നാളെ മനസ്സിൽ അവിടെ വെച്ച് ഞാൻ പിടിക്കും മക്കളെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓരത്തങ്ങൾ എന്താണ് അറസ്റ്റാക്കണം, ഓരത്തങ്ങൾ അയാൾ അങ്ങനെ ആക്കണം, അയാൾ ഇങ്ങനെ ആക്കണം, എല്ലാം നിങ്ങൾക്ക് ആക്കാം. പക്ഷേ നാളെ മക്കളെ നാളെ മനസ്സിലായി എന്ന് പറഞ്ഞ് അവരുടെ ഞങ്ങൾക്ക് വിജയമാണ് മക്കളെ. അവരുടെയാണ് ഞാൻ എല്ലാം വിളിക്കുക. അവരെന്താണ് ഞങ്ങളോട് ചോദിക്കാതെ ഒരു ഒലിയും അങ്ങോട്ട് കടക്കൂല, ഒരു ഖതീബും നടക്കൂല, ഒരു പ്രിൻസിപ്പാൾ അങ്ങോട്ട് കടക്കൂല മക്കളെ.
ആലോചിക്കണം. അവിടെയാണ് ഞങ്ങളെ പവർ. ഇവിടെ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് അയാൾ അങ്ങനെ ആക്കണം, ഇയാളെ ഇങ്ങനെ ആക്കണം, എല്ലാം നിങ്ങൾ നാവ് കൊണ്ട് പ്രവർത്തിക്കാൻ കേട്ടോ. പക്ഷേ അവിടെ നടക്കൂല മക്കളെ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു കൊള്ളണം. അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ പിടിക്കലാണ് നമ്മൾ ലക്ഷ്യം. ഇവിടെ വരുന്ന അന്നലൊക്കെ ഉപയോഗിച്ച് ദീന് വേണ്ടിയല്ല മക്കളെ. ഇവിടെ എന്താ എല്ലാം മാറ്റി അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറ്റി ആദ്യമൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ മക്കളല്ലേ നിങ്ങളെന്താണ് എന്നെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര ആൾക്കാരെ കൊണ്ട് ഇവിടെ ഒപ്പിടിച്ചു മക്കളെ. എന്ത് ഇവിടെ ഉണ്ടായി? ദീനോടല്ല കളി കേട്ടോ. ദീനോട് കളിച്ചാൽ ഒരുത്തൻ ഇവർ വിടുകയില്ല, വിട്ട ചരിത്രമൊന്നുമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കൊള്ളണം. അള്ളാഹുവിൻ്റെ ദീനോടല്ല കളി കേട്ടോ. ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ്, കാതി കാണാൻ വെച്ചതല്ല കേട്ടോ, നിങ്ങളെ കുശിക്കുള്ളതല്ല കാതി കേട്ടോ. വളരെ സൂക്ഷിക്കൊള്ളണം. തീർച്ചയായും എന്ത് ചെയ്യാമെന്നുള്ളതല്ല നിങ്ങൾക്കുള്ളത്. അള്ളാഹുവിൻ്റെ ദീനാണ് മക്കളെ. അതുകൊണ്ട് കാതിൻ്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ്, ഞാൻ കാതിയാറോട് ഞാനല്ല എന്നെ പിന്നീട് ഒരു കാതിയോടെ വരുന്നു. ആ കാതിയോട് ഇവിടെ എന്ത് നിങ്ങൾ നോട്ടീസ് അടിക്കുന്നത്? കാതിയാറോട് ചോദിച്ചു കൊള്ളണം. കാതിയാർ ഇന്നാൾ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല മക്കളെ. പിന്നെ അത് പറ്റിച്ചേരുന്ന ഇവിടെ അത്